ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. അയോഗ്യനാക്കപ്പെട്ട ഉത്തരവിലെ തുടർ നടപടികൾ 20 ദിവസത്തേക്ക് കൂടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേവികുളം മുൻ MLA ആയ എ രാജയുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വതി ചേരുന്നു. അശ്വതി, പ്രതിപക്ഷമടക്കം വലിയ രീതിയിൽ ഒരു ആയുധമാക്കി മാറ്റിയ ഒരു സംഭവമാണ് ഈ ഒരു രാജയുടെ ഒരു തെരഞ്ഞെടുപ്പ് റദ്ദാക്കി അയോഗ്യനാക്കപ്പെട്ട ഈ ഒരു സംഭവം. ഇപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി നിരീക്ഷിച്ചത്? അയോഗ്യനാക്കപ്പെട്ട ഉത്തരവിലെ തുടർ നടപടികൾ 20 ദിവസത്തേക്ക് സ്റ്റേ ചെയ്യണമെന്ന് ദേവികുളം മുൻ MLA എ രാജയുടെ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. അപ്പീൽ നൽകുന്നത് പരിഗണിച്ച് നേരത്തെ 10 ദിവസത്തെ സ്റ്റേ അനുവദിച്ചിരുന്നു. ഇത് ദീർഘിപ്പിക്കണമെന്നായിരുന്നു രാജയുടെ ആവശ്യം. ഈ ആവശ്യമാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നേരത്തെ രാജ അപ്പീൽ നൽകിയിരുന്നു. അതായത് പട്ടികജാതി സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളല്ല രാജ എന്ന് കാണിച്ചുകൊണ്ടാണ് എതിർ കക്ഷി, അതുകൊണ്ട് സംവരണ സീറ്റിൽ മത്സരിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കില്ല. അതുകൊണ്ട് രാജയുടെ യോഗ്യത MLA സ്ഥാനം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജയ്ക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ദേവികുളം മണ്ഡലത്തിൽ വ്യാജ ജാതി സർട്ടിഫിക്കറ്റിൽ ഹാജരാക്കിയാണ് CPM-ലെ എ രാജ മത്സരിച്ചതെന്നാണ് UDF സ്ഥാനാർത്ഥി D കുമാറിന്റെ ഹർജി. ക്രിസ്ത്യൻ മതാചാരം പിന്തുടരുന്ന രാജയ്ക്ക് പട്ടികജാതി സംവരണം മണ്ഡലത്തിൽ മത്സരിക്കാൻ അർഹതയില്ലെന്നാണ് പ്രധാനപ്പെട്ട വാദം. പരിവർത്തിത ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നും മാട്ടുപ്പെട്ടി കുന്തള ഈസ്റ്റ് ഡിവിഷനിലെ PSI പള്ളിയിൽ മാമോദിസ സ്വീകരിച്ച ആളാണ് രാജയുടെ മാതാപിതാക്കളെന്നും രാജ്യം അതേ മതത്തിൽപ്പെട്ടതാണെന്നുമാണ് രാജയ്ക്കെതിരുള്ള പരാതി. ഇനി സുപ്രീം കോടതിയിലെ ഈ വിഷയത്തിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഉത്തരവ് നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എ രാജ നൽകിയ അപേക്ഷ കോടതി സ്വീകരിച്ച് സ്റ്റേ അനുവദിച്ചിരുന്നു. ഉത്തരവ് പുറപ്പെടുവിച്ച അതേ ബെഞ്ച് തന്നെയാണ് സ്റ്റേ അനുവദിച്ചത്. സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനായി 10 ദിവസത്തെ സാവകാശമാണ് അനുവദിച്ചിരുന്നത്. എന്തായാലും അയോഗ്യനാക്കപ്പെട്ട ഉത്തരവിലെ സ്റ്റേ നടപടികൾ 20 ദിവസത്തെ കൂടി സ്റ്റേ ചെയ്യണമെന്ന ദേവികുളം മുൻ MLA എ രാജയുടെ ഹർജിയാണ് ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. അപ്പീൽ നൽകുന്നത് പരിഗണിച്ച് നേരത്തെ 10 ദിവസത്തെ സ്റ്റേ അനുവദിച്ചിരുന്നു. ഇത് ദീർഘിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. ഇതോടുകൂടി ഈ നടപടികൾ ദീർഘിപ്പിക്കേണ്ടതില്ല എന്നൊരു അവസ്ഥയിലേക്ക് വരും. അതോടുകൂടി രാജയുടെ ഈ മണ്ഡലത്തിലെ രാജയുടെ സ്ഥാനം അതിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. അശ്വതി, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അശ്വതി, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ പ്രതിപക്ഷം, അതായത് K സുധാകരൻ അടക്കം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് DGPക്ക് അടക്കം പരാതി നൽകണമെന്നൊരു കാര്യം പ്രതിപക്ഷം ഉന്നയിക്കുകയുണ്ടായി. അതായത് വലിയ രീതിയിലുള്ള ക്രിമിനൽ കുറ്റമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു നടപടി ഈ രാജയ്ക്കെതിരെ സ്വീകരിക്കണമെന്നതൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. മറ്റൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇനി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് സാധ്യതകളുണ്ടോ? തെരഞ്ഞെടുപ്പ്, അതായത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ വലിയ രീതിയിലുള്ള നടപടികൾ എടുക്കാനുള്ള സാധ്യത കുറവാണ്. അതായത് നിലവിൽ അല്ലെങ്കിൽ നേരിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഒരു നടപടി എടുക്കാം. പക്ഷേ ഈ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ഒരു തീരുമാനമെടുക്കില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എ രാജയ്ക്ക് അത് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കും. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതി 20 ദിവസത്തെ സ്റ്റേ നടപടികൾ 20 ദിവസത്തെ കൂടി സ്റ്റേ ചെയ്യണമെന്ന എ രാജയുടെ ഹർജി തള്ളിയിരിക്കുകയാണ്. അപ്പീൽ നൽകുന്നത് പരിഗണിച്ച് നേരത്തെ 10 ദിവസത്തെ സ്റ്റേ അനുവദിച്ചിരുന്നു. ഇത് ദീർഘിപ്പിച്ച് 20 ദിവസമാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അതിപ്പോൾ തള്ളിയിരിക്കുകയാണ്. അതായത് 10 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെയെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു തിരിച്ചടി നേരിട്ടിട്ടുണ്ടെങ്കിൽ നിയമപരമായ മറ്റ് പരിരക്ഷകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ അദ്ദേഹം
കൂടുതൽ നിയമ നടപടികളിൽ, അതായത് സുപ്രീം കോടതിയിൽ നടപടികൾ വേഗത്തിലാക്കുന്നതിനുള്ള എന്തെങ്കിലും രീതിയിലുള്ള നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഈ കാര്യങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കണ്ടിട്ടുണ്ടെങ്കിൽ, അത് അവരുടെ നിരീക്ഷണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നടപടി എടുക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഇതൊരു കോടതി വ്യവഹാരത്തിന്റെ ഭാഗമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇനി ഈ കേസ് മുന്നോട്ട് പോവുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട് ഈ വിഷയത്തിൽ കാര്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം ഈ കോടതി വ്യവഹാരങ്ങൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. ഭദ്ര.